അപ്പോൾ നമ്മളിന്ന് ഒരു IPL-ൻ്റെ ഒരു പ്ലേ ഓഫ് ചാൻസസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മുടെ IPL ഇപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിയായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെ ടീം, ഓരോ ടീമിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് എങ്ങനെയൊക്കെ ചാൻസ് കയറാം, ഏതൊക്കെ ടീം പുറത്തായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് റിലീസ് ആവുക. സ്ഥാനത്തുനിന്ന് തന്നെ തുടങ്ങാം, വേണ്ട ആദ്യത്തു നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ RCB അല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ RCB നിൽപ്പുണ്ട്. ഏകദേശം 11 കളികളിൽ 7 കളി ജയിച്ച് 14 പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് മുംബൈ ആയിട്ട് ജയിച്ച് RCB നിൽക്കുകയാണ്. പക്ഷേ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതായത് RCB 14 പോയിൻ്റായിട്ട് നിൽക്കുമ്പോൾ ഹൈദരാബാദും 14 പോയിൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് റൺ റേറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് RCB കയറിപ്പോയത്. അടുത്തത് GTയും റൺ റേറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ്. അപ്പം 14, 14, 14, 13 എന്ന് വരും. അപ്പം ഒരു ടൈറ്റാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇന്നലെ പഞ്ചാബിന് നല്ലൊരു അവസരം എന്തായാലും ഉണ്ടായിരുന്നു. അതായത് പഞ്ചാബിന് ഇന്നലെ ജയിച്ചിരുന്നുണ്ടെങ്കിൽ 15 പോയിൻ്റുമായിട്ട് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് കയറായിരുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടുപുറകിൽ വേറൊരാളും കൂടി കിടക്കുന്നത് ഞങ്ങളുടെ CSK ആണ്. പക്ഷേ ആ CSKനെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നതല്ല, CSKക്ക് 12 പോയിൻ്റ് ഉണ്ട്. അതായത് ഇനിയുള്ള കളികൾ ഏകദേശം CSKക്ക് എന്ന് പറഞ്ഞാൽ 3 മാച്ചുകളാണ്. ഒന്ന് ലക്നൗ ആയിട്ട്, അത് 15-ാം തീയതി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് GT ആയിട്ടൊരു കളിയുണ്ട്, ഹൈദരാബാദ് ആയിട്ടൊരു കളിയുണ്ട്. അപ്പോൾ ഈ 3 കളികളിൽ ഏകദേശം 2 കളി ജയിച്ചാൽ CSKക്ക് മുന്നോട്ട് കയറാൻ പറ്റും. പക്ഷെ അതിനൊരു വേറെ ടെസ്റ്റുകളൊക്കെ നടക്കണം. ഒന്നുമല്ല, രാജസ്ഥാൻ ഇനിയുള്ള കളികൾ പഞ്ചാബും രാജസ്ഥാനും കളികളൊന്ന് തോക്കണം, എന്നാൽ മാത്രമേ CSKക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പഞ്ചാബ് അടുത്ത കളി പിടിച്ച് കഴിഞ്ഞാൽ അവർ 15 കയറിപ്പോവും. അപ്പോൾ ഒരു ടൈറ്റ് നിൽക്കുന്നു. റൺ റേറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രം വേണമെങ്കിൽ പ്ലേ ഓഫിൽ കയറാൻ CSKക്ക് പറ്റും. അപ്പം എന്തായാലും ഉറപ്പിക്കാവുന്ന ഒരു 6 ടീമുകളെന്ന് പറയുന്നത്, അതായത് പ്ലേ ഓഫിൽ ഉറപ്പിക്കാവുന്ന 6 ടീമെന്ന് പറയുന്നത് ഇപ്പം നിലവിൽ RCB, SRH, GT, പഞ്ചാബ്, CSK, രാജസ്ഥാൻ. DC 10 പോയിൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് 12 കളിയും കഴിഞ്ഞു, ഇനി ആകെ 2 കളിയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ അത്ര ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും ഈ 6 ടീമുകൾ പ്ലേ ഓഫിൽ ഏതെങ്കിലും ഒരു 4 ടീം കയറിയിരിക്കും. ഈ 6 ടീമുകൾ, അതിപ്പോൾ എലിമിനേറ്റ് ആയ ടീം എടുത്ത് നോക്കുമ്പം LSGയുടെ കാര്യം പറയാൻ ഒന്നുമില്ല. 6 പോയിന്റ് മാത്രമേ ഏറ്റവും താഴെയാണ്. അതിൻ്റെ തൊട്ട് മുംബൈയും കിടപ്പുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഓൾറെഡി എലിമിനേറ്റ് ആയി കഴിഞ്ഞു. ഇനി അവർക്കൊരു അവസരവും ഇല്ല, അവർ എലിമിനേറ്റ് ആണ്. പിന്നെ KKR പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, KKR ഒരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. നോക്കി, അവസാനത്തെ 4 കളിയും KKR ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനർത്ഥം KKR ഒരു തിരിച്ചുവരവ് നടത്തുന്നുണ്ടെങ്കിലും റൺ റേറ്റ് കുറവാണ്. ഏകദേശം മൈനസ് തന്നെയാണ്, -0.169 ആണ് ഇപ്പോഴും KKR. എന്നാൽ പൊക്കത്തേക്ക് വരുമ്പോൾ നമ്മുടെ RCBയുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് 1+1.103 ആണ്. അപ്പോൾ അത്രയും റൺ റേറ്റ് RCB നിൽക്കുക. എനിക്ക് തോന്നുന്നു, ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു RCB ആയിരിക്കും ഫൈനലിൽ കയറാൻ പോകുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് ചാൻസ് എന്ന് പറയുന്നത് പഞ്ചാബ് അത്ര അറിയില്ല, ചിലപ്പോൾ പഞ്ചാബ് വരും, ചിലപ്പോൾ SRH ആയിരിക്കും ഫൈനലിൽ കയറാൻ ചാൻസ്, അല്ലെങ്കിൽ GT നല്ല ഒരു തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 3 ടീമുകളാണ് പ്ലേ ഓഫിൽ, RCB, SRH, GT. നമുക്കിനി ആ ടീമിൻ്റെ കളികൾ എടുത്ത് നോക്കുമ്പോൾ ഈ 3 ടീമുകളുടെ കളി മാത്രം എടുത്ത് നോക്കാം. RCBയുടെ കളി എടുത്ത് നോക്കുമ്പോൾ നാളെ ഒരു കളിയുണ്ട് KKR ആയിട്ട്. അത് ഏകദേശം RCB ജയിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും RCB ജയിക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ്. ഒരു ഗൂഗിളും പറയുന്നത് അതങ്ങനെ തന്നെയാണ്. പിന്നെ RCBയുടെ കളി എന്ന് പറയുന്നത് പിന്നെ പഞ്ചാബായിട്ടാണ്. അതൊരു എൽ ക്ലാസിക്കോ തന്നെയായിരിക്കും. അതായത് സെക്കൻഡ് എൽ ക്ലാസിക്കോ, അതായത് നമ്മുടെ ചെന്നൈ മുംബൈ എൽ ക്ലാസിക്കോ തന്നെയാണ് എപ്പോഴും എൽ ക്ലാസിക്കോ. പക്ഷേ പഞ്ചാബ് RCB ആയിട്ട് വരുമ്പോൾ ഒരു ടൈറ്റ് മാച്ച് ആയിരിക്കും. പിന്നെ SRH ആയിട്ട് കളി. അപ്പോൾ സാധ്യത അനുസരിച്ച് SRH നല്ല കയറി വരുന്നുണ്ട്. GT ആണെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. പഞ്ചാബ് ആണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു കളി പോലും തോക്കാത്തൊരു ടീമായിരുന്നു പഞ്ചാബ്. പക്ഷേ ഇത് ഇപ്പം കളിച്ച 4 കളി, അവസാനം കളിച്ച 4 കളിയും തോറ്റുകൊണ്ട് പഞ്ചാബ് നിൽക്കുന്നുണ്ട്. അപ്പം അതും ടൈറ്റ് തന്നെയാണ്. പിന്നെ CSKയുടെ കാര്യം പറയുമ്പോൾ CSK 3 കളി അവസാനത്ത് ജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കളി LSG ആയിട്ടാണ്. അത് ജയിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നോ പ്രിഡിക്റ്റ്. CSKയുടെ കാര്യം ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇത്രയും പിടിച്ചു നിൽക്കാൻ സാധിച്ചു, അത് തന്നെ വലിയൊരു കാര്യം. RRൻ്റെ കാര്യം ഈ തന്നെ അവസ്ഥ. അവർ ഒരു കളി ജയിക്കുമ്പോൾ ഒരു കളി തോക്കും, ഒരു കളി ജയിക്കുമ്പോൾ ഒരു കളി തോക്കും, അങ്ങനെ അതും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 6 ടീമിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ടീമെന്ന് പറയുന്നത് 4 ടീമുകളാണ്. RCB, SRH, GT, പഞ്ചാബ്. ഈ 4 ടീമുകളായിരിക്കും പ്ലേ ഓഫ് റേസിൽ
കാണാൻ നമുക്ക് സാധിക്കാം. അതിപ്പം SRH ആയിരിക്കും, ചിലപ്പം കപ്പടിക്കുക RCB ആയിരിക്കാം. പക്ഷേ ആരടിച്ചാലും ഞങ്ങൾ CSK 5ാം സ്ഥാനത്താണ്. അത് കയറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള കളികളെല്ലാം ജയിക്കണം, അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. പക്ഷേ ഇനിയുള്ള കളി എന്ന് പറയുന്നത് ഗുജറാത്തായിട്ടും SRH ഒക്കെ ആയിട്ട് അവർ ഒരു കളി ഞങ്ങൾ തോറ്റ് നിൽക്കുകയാണ് അവരോട്. അതൊക്കെ നടക്കുമെന്നറിയില്ല. എങ്കിലും നടന്നാൽ ഭാഗ്യം. എന്തും സംഭവിക്കാവുന്ന ഒരു IPL ആണ് 2026 IPL. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തും സംഭവിക്കാം. അത് തന്നെയാണ് ഈ IPL. അപ്പം ഏകദേശം ഫൈനൽ വരുന്നതെന്ന് പറയുന്നത് മെയ് 24 സെമി ഫൈനലും ഫൈനലൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താവും നമുക്കറിയാം. ഇനി ഏകദേശം കുറച്ച് കളികൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? ഇനി ഒരു ഇപ്പോൾ എത്ര മത്സരമായി? പക്ഷേ 60 മത്സരം, ഇനി ഒരു 14 മത്സരം കൂടി എങ്ങാണ്ടേ ഉള്ളൂ IPL കളി തീരാൻ. അപ്പോൾ അത്രയും മത്സരങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തും സംഭവിക്കുക. ഏകദേശം ഞാൻ പറയുന്നു ഒരു 10 മത്സരം കൂടി കഴിഞ്ഞ്, ഒരു 8-10 മത്സരം കൂടി കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും ആരായിരിക്കും പ്ലേ ഓഫ് ഫിക്സ് ചെയ്യാൻ പോകുന്ന ടീമുകളെന്ന് അറിയാം. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് 26-ാം തീയതി പ്ലേ ഓഫ് വരുന്നുണ്ട്, ആദ്യത്തെ പ്ലേ ഓഫ്. പിന്നെ 27-ാം തീയതി മെയ് 27 അടുത്ത പ്ലേ ഓഫ്. ഫൈനൽ വരുന്നത് 31-ാം തീയതിയാണ്. അതിനിടയ്ക്ക് എലിമിനേറ്റർ വരുന്നുണ്ട്. എലിമിനേറ്റർ 27-ാം തീയതിയാണ്. പിന്നെ പ്ലേ ഓഫ് ഉള്ളത് 21-ാം തീയതി. പിന്നെ ഫൈനൽ 31-ാം തീയതിയാണ്. അപ്പോൾ 31-ാം തീയതിയാണ് നമ്മുടെ ഫൈനൽ എന്നറിയപ്പെടുന്ന IPL ഏറ്റവും പീക്ക് ദിവസം. അപ്പോൾ ഇനി നമുക്ക് ടേബിളിൻ്റെ അവസാനത്തിലേക്ക് ഒന്ന് പോകാം. അവരുടെ അവസ്ഥ എന്താണ്, എങ്ങനെയൊക്കെ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. LSGയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ LSG എന്ന് പറഞ്ഞ ടീമെന്ന് പറയുന്നത് ഇപ്പോൾ 11 കളി കളിച്ചതിൽ 3 കളി മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. അതേ കണ്ടോ, അപ്പോൾ എനിക്ക് തോന്നുന്നു LSG എന്തായാലും പ്ലേ ഓഫിൽ കയറാൻ റേസിൽ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അവർക്കിനി ആകെ ഉള്ളത് 3 മത്സരം. അപ്പോൾ 3 മത്സരത്തിൽ അവർ 3 ജയിച്ചാൽ തന്നെ അവർക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് 12 പോയിന്റാണ്. ഇപ്പോൾ ഓൾറെഡി തന്നെ 14 പോയിന്റായി. അപ്പോൾ LSG എലിമിനേറ്റ് ആയി, അത് ഇതായിപ്പോയി. ഇനി മുംബൈയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഇത് തന്നെയാണ്. മുംബൈ 11 മത്സരങ്ങൾ കളിച്ചു, ഇപ്പോൾ 6 പോയിന്റ്. അപ്പം മുംബൈയും എലിമിനേറ്റ് ആയി കഴിഞ്ഞു. എലിമിനേറ്റ് ആവാൻ ലിസ്റ്റിൽ കിടക്കുന്നത് KKR ആണ്. പക്ഷേ KKRൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവർ 10 കളിയെ കളിച്ചിട്ടുള്ളൂ, അവർക്ക് 9 പോയിന്റ് ഉണ്ട്. അപ്പം ഇനി 4 കളിയും കൂടെ അവർക്കുണ്ട്. അപ്പോൾ ഏകദേശം വെച്ച് നോക്കുമ്പം 17 പോയിന്റ് അവർക്ക് എല്ലാ കളിയും ജയിച്ചാൽ കിട്ടും. അപ്പം KKRൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ BC പോയെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതായത് അവർക്ക് 10 പോയിന്റേ ഉള്ളെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 12 കളി അവർ കളിച്ചു, ഇനി 2 കളിയേ ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ അവർ പോയി തന്നെ ഒന്ന് ഫിക്സ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഇന്ന് 6 കളിയാന്ന് നോക്കട്ടെ. ഇന്ന് 6 കളിയാണ്. ഇന്ന് 6 കളിയാണ്. കൊൽക്കത്തയുടെ കളിയാണ്. ഇന്ന് GTയുടെ SRHന്റെ മാപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഏകദേശം ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് GT SRH ആയിട്ട്, അതായത് ടേബിൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളും 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളായിട്ടാണ് മത്സരം. അപ്പോൾ ഇന്നൊരു ആര് ജയിച്ചാൽ അവർക്ക് 1ാം സ്ഥാനത്തേക്ക് പോകാം. ഇന്ന് ആരാണ് ജയിക്കുന്നത് അവർ 1ാം സ്ഥാനത്തേക്ക് പോകും. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമ്മൾ ഓരോ ദിവസം ഓരോ വീഡിയോസ് നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടാം. ഇനി ഓരോ ടീമിൻ്റെ വെച്ചുള്ള നമുക്ക് ഓരോ ദിവസമായിട്ട് ഇടാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സോ ഇതൊക്കെയാണ് പ്ലേ ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് ഓരോ ടീമിൻ്റെയും. ഞാൻ ബേസിക്കലി ഒരു CSK ഫാനാണ്. പക്ഷേ ഞങ്ങൾ പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും ഞങ്ങൾ ഇത്രയും പിടിച്ചു നിന്നു. ഇനിയും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ പ്ലേ ഓഫിൽ കയറാം. അപ്പം ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ വിട്ടിട്ടില്ല. അപ്പോൾ CSKയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാ ടീമും ജയിച്ചു വരട്ടെ. പിന്നെ മുംബൈയുടെ കാര്യത്തിലേക്ക് പണ്ടത്തെ മുംബൈ അല്ല ഇപ്പോഴത്തെ മുംബൈ. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുംബൈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ തിരിച്ചു വരും, ഇനിയും വർഷങ്ങൾ കിടക്കുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.